ഈ നോട്ട് നിരോധനം വന്നു. നമ്മുടെ നാട്ടിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കള്ളപ്പണം അടിച്ച് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകരാറാക്കുന്ന സംവിധാനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ GPay സിസ്റ്റം വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു ധനമന്ത്രി, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഇത് സാധാരണ കൃഷിക്കാരും കച്ചവടക്കാരും പെട്ടിക്കടക്കാരും എന്ത് ചെയ്തു വെച്ചു, ഇന്ന് ഏറ്റവും കൂടുതൽ ഈ പേ സംവിധാനം, ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടു. ഞാനൊക്കെ ഒരു പൊതുപ്രവർത്തനം, നമ്മുടെ കയ്യിൽ വലിയ പൈസയൊന്നും ഉണ്ടാവാറില്ല, അങ്ങനെ കിട്ടില്ല. ഞാനൊക്കെ ഇവരൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് ഞാനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇവിടുത്തെ കരിക്ക് കച്ചവടക്കാരൻ, ഇവിടെ മിഠായി വിൽക്കുന്ന ആൾ, ഇവിടുത്തെ ബാർബർ ഷോപ്പ് നടത്തുന്ന ആൾ തൊട്ട് അംബാനി വരെയും ഇപ്പോൾ ഒരേ ലെവലിലാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ കാശിൻ്റെ ക്രയവിക്രയം കുറയുകയും, അത് നോട്ട്, പ്രിൻ്റഡ് നോട്ട് എക്സ്പെൻസ് കുറവല്ലേ, അതോടൊപ്പം കള്ളപ്പണത്തിൻ്റെ അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പിൻ്റെ എല്ലാം നിർത്തലാക്കാൻ ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിലൂടെ സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, അതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും ശക്തമാക്കിയത്. അങ്ങേക്ക് വ്യക്തിപരമായി കുറേ ബിസിനസ് ചെയ്ത് അന്നത്തെ കാലഘട്ടത്തിൽ കുറേ ബിസിനസ് പൈസ ഉണ്ടാവും, പക്ഷെ അതുകൊണ്ടല്ലല്ലോ, അതൊരു ഷോർട്ട് ടൈമാണ്. ഞാൻ പറഞ്ഞു, വരുന്ന തലമുറയ്ക്ക് ഇത്ര ഇന്ത്യ സാമ്പത്തിക ശക്തിയായി മാറിയതിൻ്റെ ഏറ്റവും വലിയ, അതായത് ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ ഇത്ര വൃത്തിയായി ഭംഗിയായി ഇത് കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ, നരേന്ദ്രമോദി, അമിത്ഷാ, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള അവരുടെ ഭരണ സംവിധാനം എത്ര കൃത്യതയാർന്ന, അല്ലെങ്കിൽ അതിൻ്റെ ടീമുണ്ടല്ലോ, ഫിനാൻസ് ടീം ഉൾപ്പെടെയുള്ളത്, അത് വളരെ ഭംഗിയായി നിറവേറ്റുന്നു എന്നുള്ളതാണ്. എന്നാൽ ആർക്കും എവിടെയും ഏത് നിമിഷം വേണമെങ്കിൽ, ഇപ്പോൾ ഞാൻ പോയി, എൻ്റെ കയ്യിൽ പൈസയില്ല, എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറയാം, എനിക്കൊരു 1000 രൂപ GPay തരും, നിമിഷങ്ങൾക്കകം കിട്ടി. ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ഗൂഗിൾ പേ ഉണ്ടോ എന്നുള്ളതാണ് രസം. എന്താ ഇന്ത്യയുടെ ഉയർച്ച ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഫോണിട്ട് വിളിക്കുന്നു, ഇന്ന് അങ്ങേ നേരിൽ കണ്ട് ഞാൻ സംസാരിക്കുകയാണ്. അങ്ങ് അമേരിക്കയിലാണെങ്കിൽ ഞാനിവിടെയാണെങ്കിൽ നമ്മൾ കാണുന്ന പോലെ സംസാരിക്കും. ടെക്നോളജി വളർന്നു, അതിന് നമുക്ക് കടപ്പാട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരോടുണ്ട്. ഇസ്രോ ഉൾപ്പെടെ, DRDO ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞന്മാരോടുണ്ട്. എത്ര വലിയ കണ്ടുപിടുത്തങ്ങളാണ് ഈ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാർ നൽകുന്നത്. സത്യം പറഞ്ഞാൽ നാം അവരെയൊക്കെ ബഹുമാനിക്കണം, അവരെയൊക്കെ ആദരിക്കണം. പുതിയ തലമുറയ്ക്ക്, ഈ കഞ്ചാവിനും മറ്റൊക്കെ അടിമപ്പെടാതെ പോകുന്ന തലമുറയ്ക്ക് ഈ മാതൃക ആളുകളെയാണ് കാണിച്ച് നമുക്ക് കൊടുക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ അത് എവിടെയൊക്കെ പിഴച്ചുപോയി, അത് തിരുത്താനുള്ള സമയമായി. ഇന്ത്യ ഒരു ഷാങ്ഹായ് ആക്കും എന്ന് ഒരു പാർട്ടി പണ്ട് പറഞ്ഞിരുന്നു. അതുപോലെ കേരളത്തിന് പ്രത്യേകിച്ച് ഒരു വികസന അജണ്ട BJPക്ക് ഉണ്ട്. സ്വാഭാവികമായിട്ടുണ്ടല്ലോ. പ്രാദേശിക അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് കേരളത്തിലെ വികസനം, ഏതൊരു മുന്നണിക്കും സംവിധാനത്തിനും ഒരു വികസന കാഴ്ചപ്പാട് വേണം. ഇപ്പോൾ ഒരു ബിസിനസ് സംരംഭകനാണെങ്കിൽ തൻ്റെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആ ബിസിനസ്സുകാരൻ ചിന്തിക്കണം. ഇപ്പോൾ ഒരു ഫിലിം പ്രൊഡ്യൂസർ തൻ്റെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ നേരത്തിൽ അത് ആരെ വെച്ച് ചിത്രീകരിക്കണം, അതെങ്ങനെ ചിത്രീകരിക്കണം, അത് എങ്ങനെ അതിന് വരുമാനം ഉണ്ടാക്കണം, അത് ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കും, ഇതെല്ലാം ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. അതുപോലെ BJPക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ പോലെ ഇപ്പോൾ നമുക്കറിയാം, മഹാരാഷ്ട്ര വികസനക്കാർ, UP ആദിത്യനാഥ് യോഗി, റോഡുകൾ കാണണം. ഇപ്പോൾ മഹാകുംഭമേള നടന്നു, കുറച്ച് ആളുകൾ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട്സ് വന്നു. അതിൻ്റെ വാസ്തവം എന്താണെന്ന് കാരണം പറയും. പക്ഷേ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ വന്നിട്ട് അത് എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ള, അപ്പോൾ അങ്ങനെ UPയിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റ് ഓരോ സംസ്ഥാനങ്ങളിലും, ഗുജറാത്ത് ഉൾപ്പെടെ, ഇപ്പോൾ മധ്യപ്രദേശ് ഉൾപ്പെടെ വികസനത്തിന് വളരെയധികം സപ്പോർട്ട് BJP സംസ്ഥാന ഘടകവും കേന്ദ്രവും നൽകുന്നു. അതുപോലെ കേരളത്തിലും BJP ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, രാജഗോപാൽ ഇരുന്നപ്പോൾ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, നിശബ്ദനായ കേരളത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് റെയിൽവേ പാലങ്ങളുടെ വികസനം കൊണ്ടുവന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നും നമുക്ക് എതിരായി തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടെങ്കിൽ പോലും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കേരളത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി
അവരാലാവുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ എയർപോർട്ടുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മെട്രോയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ BJP വരികയാണെങ്കിൽ 100% അപ്പുറം നമുക്ക് 1000% പറയാൻ സാധിക്കും. വികസനം പിന്നെ മാത്രമാണ് മുൻതൂക്കം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ജാതി ചിന്തകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഘടിക്കുന്ന ഒരു പരിപാടിയല്ല. RSSനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ, RSSനെ കളിയാക്കുന്നു, അല്ലെങ്കിൽ RSSന് ഒരു ഹിഡൻ അജണ്ടയുണ്ടോയെന്ന് ഉണ്ട്. ദേശീയതയാണ് നമ്മുടെ ദേശമാണ്. ആ അജണ്ട RSSനുണ്ട്, BJPക്കുമുണ്ട്. ഈ മെട്രോയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന, ഇമ്മീഡിയറ്റ് ആയിട്ട് മെട്രോ തൃശ്ശൂർ വരെ എത്താനുള്ള വല്ല സാധ്യതയും അങ്ങനെ എന്തെങ്കിലും ഡിപ്ലോമാറ്റിയും അവതരിപ്പിച്ചിട്ടുണ്ടോ? അത് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എന്നാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ. കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തി തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വികസന നയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ വ്യക്തിപരമായുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹമായിട്ട് നമുക്ക് തോന്നും അദ്ദേഹമായിട്ട് ചില സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് ചില അപവാദങ്ങളും അല്ലെങ്കിൽ തമാശകളൊക്കെ പറയാറുണ്ട്. പക്ഷേ വെൽ സ്റ്റഡീഡാണ്. അദ്ദേഹത്തിന് ഓരോ സബ്ജക്റ്റും അദ്ദേഹമായിട്ട് ഡീപ്പായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ സബ്ജക്റ്റും വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ജോർജ് കുര്യൻ, അദ്ദേഹം വളരെ ശാന്തനാണ്. അദ്ദേഹം വെളുപ്പിന് വയനാട് ദുരന്തമുണ്ടായപ്പോൾ 5:30 അദ്ദേഹത്തിന്, ഞാൻ കേട്ടതാണ്, 5:30 അദ്ദേഹത്തിന് നിർദ്ദേശം വരികയും എന്തൊക്കെ അവിടെ ചെയ്തു എന്നുള്ളത് പേപ്പർ അദ്ദേഹത്തിന് കയ്യിൽ കൊടുത്തിട്ടാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ സ്ഥലത്തയക്കുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് നിശബ്ദമായി വന്ന് കാര്യങ്ങൾ പഠിച്ചു, വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം കേരളത്തിൻ്റെ മത്സ്യപ്രവർത്തന രംഗമായിട്ടും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വികസന കാഴ്ചപ്പാടും നടത്തുന്നുണ്ട്. അപ്പോൾ കേരളവും മുഖം തിരിഞ്ഞ് നിൽക്കാതെ BJPയോട് ചേർന്ന് നിൽക്കണം. അന്ധമായ ഒരു രാഷ്ട്രീയം കേരളത്തിൻ്റെ വികസനത്തിന് മുരടിപ്പുണ്ടാവും. ആരാണ് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് അവരോടൊപ്പം നിൽക്കുവാനുള്ള സൗമനസ്യം, ഹൃദയവിശാലത കാണിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. കോൺട്രവേഴ്സി ആണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു ചോദ്യം ചോദിക്കാണ്ട് വിരോധം ഇല്ല, രാഷ്ട്രമാക്കാനുള്ള ഒരു മുന്നേറ്റമാണ് BJPയുടെ കാഴ്ചപ്പാട് എന്ന് ഒരു ചൊല്ലുണ്ട്. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? അത് പറയാനുള്ളവർ പറഞ്ഞോട്ടെ, അവർക്ക് അവകാശമുണ്ടെന്ന് പറയുന്നത്. BJP ഹിന്ദു രാഷ്ട്രമാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് പറയുന്ന ആളുകൾ ഒരുപാട് ആളറിയാം. എനിക്ക് അവരോടൊന്നും വിരോധവുമില്ല, അവർ ദേഷ്യവുമില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടതാണ്. എന്നാൽ മറിച്ചാണ് നമ്മുടെ സംസ്കാരമാണ്. നമ്മുടെ പൂർവികർ മുന്നോട്ടുള്ള കാലഘട്ടം നമുക്കറിയാം. നമ്മുടെ പൂർവികർ ആരായിരുന്നു? ഒരു 10-20 ജനറേഷൻസ് മുന്നേക്ക് നമ്മുടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സംസ്കാരമാണ്. ജർമ്മനിയുടേതായ സംസ്കാരമുണ്ട്, ഇറ്റലിക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട്, ഫ്രാൻസിനുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുണ്ട്. അത് സംസ്കാരമല്ലേ. അപ്പോൾ ആ സംസ്കാരം വേണമെന്നും ആ സംസ്കാരം ഇല്ലാതെ പോയതുകൊണ്ടാണല്ലോ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ തമ്മിലുണ്ടാകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നടന്നു പോകുമ്പോൾ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് ലോകത്തിന് ഏറ്റവും ഒറ്റമൂലി എന്ന നിലയിൽ സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, കരുണയുടെ സന്ദേശം നൽകിയ ലോകാസമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്ന ഒരു 2 വാക്കിൻ്റെ സന്ദേശം നൽകിയത് ഭാരതത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാരതത്തിൻ്റെ അതിനെ മുന്നോട്ട് നയിച്ച സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരിക്കലും എൻ്റെ സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ടാണ് ചിക്കാഗോയിൽ സംബന്ധിച്ചത്. എൻ്റെ മൈ ഡിയർ അമേരിക്കൻസ് എന്നല്ല, എൻ്റെ സഹോദരന്മാർ. ആ പാരമ്പര്യം കാത്തുകൊണ്ടാണ് RSSൻ്റെ ആളുകൾ, ഡോക്ടർ ജിയും ഹെഡ്ഗേവാർജിയും ഉള്ള ആളുകൾ, ഇന്ന് മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ള ആളുകൾ പറയും. പിന്നെ ഏതെങ്കിലും പത്രവാർത്ത അല്ലെങ്കിൽ സംഭാഷണത്തിൻ്റെ ശകലങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് അത് ഈ രീതിയിൽ പറയുവാൻ ആർക്കും സാധിക്കും. പക്ഷേ ഞങ്ങൾക്ക് വ്യക്തിപരമായി എനിക്ക് അങ്ങനെ പറയുന്നവരോട് ആരോടും വിരോധമില്ല. ഒരു പുഞ്ചിരിയോടെ അവർ പറയുന്നത് കേൾക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവരോട് നമുക്ക് അനിഷ്ടതയും കാണിക്കുന്നില്ല. അവർ പറഞ്ഞോട്ടെ, അത് അവരുടെ കാഴ്ചപ്പാടല്ലേ. അങ്ങേക്ക് എന്നെക്കുറിച്ച് എപ്പോഴും നല്ലത് പറയണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ തെറ്റ് കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കണം, ശരിയാണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ കാണിക്കണം. RSS കാണിച്ച ശരിയെ നിങ്ങൾ അംഗീകരിച്ചാൽ മതി, കുറ്റം നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ
RSS ചെയ്യുന്ന ശരിഗതികളൊന്നും അംഗീകരിക്കണമല്ലോ. കുറ്റം നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറയാം ആ പ്രസ്ഥാനത്ത്, ആരും അതിനെ ചോദ്യം ചെയ്യുകയൊന്നുമില്ല. പറയാനുള്ളത് പറയട്ടെ. പക്ഷേ ആ ഒരു സംഘടന നാം മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ മൂല്യം ഇപ്പോഴൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനത്തിന് എത്ര ത്യാഗം അതിൻ്റെ പൂർവികർ സഹിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ടാണ് ഞാൻ പോലുള്ള ആളുകൾ ഇന്ന് അഭിമാനത്തോടു കൂടിയും തല ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു. റഷ്യ എവിടെ പോയി? ജർമ്മനി എവിടെ പോയി? അപ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്കാരം അത് നിലനിർത്തുന്നത് നമ്മുടേതാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കടന്ന് ആക്രമിക്കാനല്ല. എത്രയോ ആളുകൾ കുംഭമേളയിൽ വന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ മറ്റാളുകളോ അവർക്കറിയാം അവർ തെറ്റാണെന്ന്. പക്ഷെ അവർക്ക് പബ്ലിക്കലി അത് സമ്മതിക്കാൻ അവരെ രാഷ്ട്രീയം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, സായി തുടങ്ങി നിരവധി മതങ്ങൾ. അതെ അതെ. ഹിന്ദു മറ്റൊരു രീതിയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി അതൊരു സംസ്കാരമാണ് എന്ന് പറയുന്നു. സംസ്കാരമാണ്, ജീവിത റിലീജിയൻ എന്നുള്ള കാറ്റഗറി ഹിന്ദുവിനെ എടുത്താണ് കളഞ്ഞൂടെ? അല്ല, അത് കളയുക എന്ന് പറയുന്നല്ലേ, ഹിന്ദു എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായി അതിന് നിർവചനം ഒരുപാടുണ്ടാവും നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ അതിനെ പറയും എ വേ ഓഫ് ലൈഫ് എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അത് ആചാരങ്ങളുടെ വേറൊരു ഭാഗമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുവിൽ തന്നെ നമ്മൾ പറയാറുണ്ട്, റോമയിലുള്ള ആളുകൾ, റോമ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അവരുടെ സംസ്കാരമുണ്ട്. പക്ഷേ ഈ ഹിന്ദു എന്ന പേരിത് മുമ്പ് പറയും ഹിന്ദുസ്ഥാൻ. നമ്മുടെ രാഷ്ട്രത്തെ അങ്ങനെയല്ല അറിഞ്ഞത്, ഹിന്ദുസ്ഥാൻ എന്നല്ല പറയുന്നത്. മുഗളന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെ അതിനെ ആ ഹിന്ദു എന്ന പദത്തെ അടർത്തി മാറ്റിക്കൊണ്ട് അതിനെ വർഗീയതയുടെ ഒരു കളർ ചായച്ചുകൊണ്ടാണ് ഒരു ഭീകരത എന്നോ ഉണ്ടാക്കി. വാസ്തവത്തിൽ അതിൻ്റെ മാധുര്യം അറിയാത്തവരാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോൾ അങ്ങോട്ട് സൂചിപ്പിച്ചു, ഞാൻ ഗൗഡസാരസ്വത ബ്രാഹ്മണ സമുദായത്തിൽ പിറന്ന ആളാണ്. എന്നാൽ ഞാൻ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ഭക്ഷണ രീതിയെ ആചരിക്കുകയും മലയാളത്തിൽ കേരളീയൻ്റെ വിഷു, ഓണം ഇതിലുള്ള ആളുകൾ ആഘോഷിക്കും. നമ്മുടെ ഇന്ത്യയിലല്ലാതെ വേറെ ഏത് രാജ്യത്താണ് ഇത്രയധികം ഭാഷയും ഇത്രയധികം സംസ്കാരങ്ങളും ഇത്രയധികം വസ്ത്രധാരണ രീതികളുള്ളത്? നമുക്ക് യൂറോപ്പിലെല്ലാവരും പോയി എല്ലാവരും പാൻറ്റ് ഷർട്ടുമായിട്ട് വന്നത്. കേരളത്തിൽ വന്നാൽ മുണ്ടെടുത്ത് എടുക്കുന്ന ആളുകളുണ്ടാവും, മറാഠിയിൽ പോയാൽ പാലത്താറ് വയ്ക്കുന്നവരുണ്ടാവും, തൊപ്പി എടുക്കുന്നുണ്ടാകും, പൈജാമ കുർത്തുണ്ടാകും, നിരവധി ഭാഷകൾ സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഹോളി, ദീപാവലി, പൊങ്കൽ, ക്രിസ്മസ് ഇതൊക്കെ ആചരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിമാനിക്കണം. വ്യത്യസ്തമായ പല ആചാര രീതികൾ നിന്നുകൊണ്ടുകൊണ്ട് ഒരു മാലയിലെ മുത്തുകൾ പോലെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർ ഇലക്ഷന് എന്തെങ്കിലും പ്രത്യേക തീരുമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക വിഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനുകൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷനുകൾ നേരിടുമ്പോൾ, മുനിസിപ്പൽ ഇലക്ഷൻ നേരിടുമ്പോൾ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള വികസന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മറ്റ് ഇലക്ഷൻ പോലെയല്ല. പഞ്ചായത്തുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായൊരു ബന്ധമുണ്ട്. കാരണം വീടിൻ്റെ അടുത്തുള്ള ആൾ മത്സരിക്കുമ്പോൾ. അപ്പോൾ പിന്നെ വികസനം വരും. പഞ്ചായത്തിലെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ റോഡ് പൊളിഞ്ഞു, വെള്ളമില്ല, വൈപ്പില്ല, ഇങ്ങനെ ചെറിയ ചെറിയ ആ ലോക്കൽ സമൂഹത്തെ ബാധിക്കുന്ന വികസന പ്രക്രിയയാണ്. പക്ഷേ BJPയെ സംബന്ധിച്ച് BJP എന്ന പ്രസ്ഥാനത്തിന് 2050 വരെയുള്ള വികസനത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വെൽ അഡ്വാൻസ്ഡാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഞാൻ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച്, കൊച്ചി കോർപ്പറേഷൻ നമുക്കറിയാം മാലിന്യ നിർമ്മാർജ്ജന തരത്തിൽ പരാജയപ്പെട്ടു. അത് വലിയ വിഷയം തന്നെയാണ്. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനപ്പെടുത്തുക. ഇപ്പോൾ റോട്ടിൽ നടന്ന വികസനമൊക്കെ മറ്റ് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മെട്രോ റെയിൽവേൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പൈസ കൊണ്ടാണ് ഇവിടുത്തെ റോഡുകൾ നന്നാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് വരെയും കൊച്ചിൻ കോർപ്പറേഷൻ ഒരു ഓഫീസ് പണിതിട്ട് അതിനിപ്പോൾ ടേം കഴിയുന്ന മുമ്പ് ഉദ്ഘാടനം ചെയ്യുന്ന അറിയില്ല, പണി കഴിഞ്ഞിട്ടില്ല. എത്ര നാളായി കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഒരു ആസ്ഥാനത്തിന് വേണ്ടി പണിയാനിരിക്കുന്നു.
അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. കമ്മീഷൻ ഏർപ്പാട്, ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളുമായി ഭരിക്കുന്ന ആളുകൾ തന്നെ മുന്നോട്ട് വരുന്നു. അപ്പോൾ ഈ തരത്തിൽ കൊച്ചിയെ സംബന്ധിച്ചും ലോക്കൽ ബോഡി ഇലക്ഷനെ സംബന്ധിച്ചും വ്യത്യസ്തമായ ഒരു റിപ്പോർട്ട്സ് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തായിരിക്കും വാർഡ് തലത്തിലുള്ള വികസന പ്രക്രിയ ഇതെല്ലാം മുൻനിർത്തിയായിരിക്കും ഇലക്ഷൻ ഫേസ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു അജണ്ട തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരങ്ങൾ, ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിൽ അല്ല, എന്നെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തനത്തിൽ എനിക്ക് നിങ്ങൾ അവസരം തന്നതാണ്. എൻ്റെ ആശയങ്ങൾ നിങ്ങളിലൂടെ 4 പേര് അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന്. അപ്പോൾ ഞാനാണ് നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നത്. ഞാനെന്നും ഒരു സാധാരണ പ്രവർത്തകനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മത്സരിച്ച് ജയിച്ച് MLA ആണോ MP ആണോ മന്ത്രിയാണെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആയിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ. പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുവാൻ അധികാരങ്ങൾ കൊണ്ടുപോയി സാധിക്കും. അധികാരങ്ങൾ ഉപയോഗിക്കേണ്ടത് അധികാര ചിഹ്നങ്ങൾ, അധികാര സ്ഥാനങ്ങൾ, അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഉപയോഗിക്കേണ്ടത് അത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. ജനങ്ങളുടെ വികസനത്തിനും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം ഉപയോഗിക്കുന്നത്. അത് ലഭിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട്. ഒരു കൗൺസിലറായ എനിക്ക് സാധാരണ CG രാഘവൻ ചെയ്യാൻ ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഒരു കൗൺസിലറായിരിക്കുമ്പോൾ, ഭരണത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ഒരു അവസരം എന്നെങ്കിലും ലഭിക്കും. മറിച്ചാണെങ്കിൽ പോലും എനിക്ക് നിരാശയില്ല. ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും ഞാൻ എന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. എല്ലാവരെയും എൻ്റെ വീടിൻ്റെ വാതിൽ രാത്രി ഞാൻ 12 മണിക്ക് ശേഷം അടയ്ക്കാറുള്ളൂ. ഇതേപോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നതാണ്. ഇതേപോലെ ഞാൻ ഉണ്ടെങ്കിൽ 24 മണിക്കൂർ ഫോൺ എടുക്കും. 2 കാര്യങ്ങൾ ഇപ്പോൾ ചോദിച്ച അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നു. അത് എന്നെക്കുറിച്ച് പറയാനോ അല്ല, സ്വച്ഛ് ഭാരത് എന്ന് നടത്തുന്നു. ഞാൻ 1993 നിങ്ങളിപ്പോൾ വരുന്നത് റോഡ് കണ്ടിട്ടുണ്ടാവും. എൻ്റെ റോഡ് അടിച്ച ആളാണ്. മറ്റൊന്ന് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ. എനിക്കറിയില്ല അതിൻ്റെ അർത്ഥം എന്നൊക്കെ അന്നത്തെ കാലത്ത്. പക്ഷെ അന്ന് ഞാൻ പ്രീ-ഡിഗ്രി പഠിച്ചിരുന്നപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പല ആളുകളെയും, ബ്രോക്കൺ ഫാമിലി, അവർക്ക് വേണ്ടി ചെറിയ ചെറിയ പൈസകൾ കളക്ട് ചെയ്ത് അങ്ങനെ കലൂർ ശ്രീരാമശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഒരു പ്രമുഖ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ മുന്നേ ഞാൻ അതിലേക്ക് കടന്നു വന്നു എന്നുള്ളത് വ്യക്തിപരമായൊരു സന്തോഷം. കാരണം അദ്ദേഹം ചെയ്യുന്ന കാര്യം അദ്ദേഹത്തെ എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ എനിക്കത് നടത്താൻ സാധിച്ചു. പിന്നീടാണ് സ്വച്ഛ് ഭാരത് എന്നൊക്കെ ഞാൻ കേൾക്കുന്നത്. അങ്ങനെ കാര്യം സാധിച്ചു. പിന്നെ പൊതുവേ 24/7 എൻ്റെ വർക്കിംഗ് ടൈം. എൻ്റെ ഫോൺ ഒരിക്കലും സ്വിച്ച് ഓഫ് ആക്കാറില്ല. രാത്രി ആർക്ക് വേണമെങ്കിലും വിളിക്കാം. അത് ആർക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ പല ആളുകളും വിളിക്കാം. പിന്നെ പല ആളുകളും സമൂഹത്തിലേക്കോ തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത ആളുകളുണ്ട്, പല ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു അങ്ങൊരു തെറ്റ് ചെയ്താൽ അങ്ങേരെ കൂടെ നടന്നാൽ ഞാൻ തെറ്റുകാരനൊന്നുമില്ല. അങ്ങേ എങ്ങനെ പരിവർത്തനം ചെയ്ത് നല്ല പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാവും. ഞാനൊന്നും, സ്വന്തം മനസാക്ഷിയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുത്. എൻ്റെ ജനങ്ങളാണ്, എന്നെ സ്നേഹിക്കുന്നവരാണ്, എന്നെ വെറുക്കുന്നവരാണ്, എന്നെ തല്ലുന്നവരാണ്, തലോടുന്നവരാണ്. ഇവരോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട്. എന്നെ ഈ നിലയിൽ എത്തിച്ചേരും. പ്രത്യേകിച്ച് കൊച്ചിയിലെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും വലിയ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.